എന്നിട്ട് ഹലോ മാഡം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുക. എനിക്കിപ്പോ ആലോചിക്കുമ്പോ ഞാനത് കണ്ടില്ലല്ലോ, എന്തിനാ പിന്നെ എന്നെ മാഡം എന്ന് വിളിക്കണേ? കാരണം എന്റെ കുഞ്ഞിലെ അനീഷ് എന്നെ കണ്ടിട്ടുള്ളതാണ്. അനീഷേട്ടനെയും അനുമോളെയും അറിയാവുന്ന ഒരു വ്യക്തി അവരെ രണ്ടുപേരെയും പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ അതൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാനിപ്പോ അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അനീഷ് എനിക്ക് തോന്നുന്നു 2020-ലും 2021-ലൊക്കെ ഹലോ മാഡം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുക. എനിക്കിപ്പോ ആലോചിക്കുമ്പോ ഞാനത് കണ്ടില്ലല്ലോ, എന്തിനാ പിന്നെ എന്നെ മാഡം എന്ന് വിളിക്കണേ? കാരണം എന്റെ കുഞ്ഞിലെ അനീഷ് എന്നെ കണ്ടിട്ടുള്ളതാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്താണ്, ഞാൻ കുറുക്കഞ്ചേരി, അനീഷ് അമ്മാടം കോടന്നൂർ ആ ഭാഗത്താണ്. അനീഷും ഒരു കോമണർ ആയിട്ട് വന്നിട്ട് ലക്ഷ്മി നക്ഷത്രയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ ലക്ഷ്മി നക്ഷത്ര അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ട്. അനീഷ് ഏട്ടനും ലക്ഷ്മിയെ അറിയാം. വർഷങ്ങൾക്കപ്പുറം നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഒരു റിയാലിറ്റി ഷോയിലൂടെ അത്യാവശ്യം ജനങ്ങളെല്ലാവരും അറിയുന്ന ഒരു സെലിബ്രിറ്റിയായി മാറി. അനീഷ് ഏട്ടൻ മെസ്സേജ് അയക്കുക, വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, അതിൻ്റെ പേരും പറഞ്ഞ് എടി മോളെ സുഖമല്ലേ, ഞാനാ അനീഷ് കോടന്നൂരുകാരൻ എന്നൊന്നും പറഞ്ഞ് മെസ്സേജ് ഒന്നും അയച്ചില്ല. വളരെ മാന്യമായിട്ട് ഹലോ മാഡം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിനെ പറ്റിയാണ് ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞത്. ഇതിനകത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? അയാൾ അത്യാവശ്യം മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണോ, അല്ലാതെ വളരെ മോശപ്പെട്ടൊരു വ്യക്തിയൊന്നുമല്ല. കുറേ പേര് അനീഷിനെ ഇരുന്ന് ദുഷിക്കുന്നത് ഞാൻ കണ്ടു. കുറേ എന്താണ്, ഇന്ന് രാവിലെ തൊട്ട് അനുമോളെയും അനീഷിനെയും വെച്ച് കുറേ റീലുകൾ ഉണ്ടാക്കി. എന്ത് കാര്യത്തിന്? രസകരമായിട്ടൊക്കെ ഓക്കെ, പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന കുറേ കമൻറ്റുകളൊക്കെ ഉണ്ട്. അയ്യോ എന്ത് കാര്യത്തിന്? പുള്ളി എന്താ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചോ? എനിക്കറിയാൻ പാടില്ല. പുള്ളി ഇന്ന് രാവിലെ പുള്ളിയുടെ അകത്തുണ്ടായിരുന്ന ഒരു ഇഷ്ടം പുള്ളി അനുമോളോടങ്ങ് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് ഇത്ര വലിയ മഹാപാപമാണോ? എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുക. പിന്നെ അനുമോളെ കുറെ പേരിരുന്ന് ദുഷിക്കുന്ന കണ്ടു. എന്ത് കാര്യത്തിന്? ഒരൊറ്റ കാര്യം ഞാൻ പറയാം. അനുമോൾക്ക് അനീഷേട്ടൻ അത് പറഞ്ഞ നിമിഷം തന്നെ ചേട്ടാ ഞാൻ അങ്ങനെ നിങ്ങളെ കണ്ടിട്ടില്ല, ഒരു ചേട്ടനായിട്ടാ കണ്ടേക്കുന്നത് എന്നങ്ങ് പറയായിരുന്നു. ഇല്ലെങ്കിൽ അത് വിടൂ. ആ സമയത്ത് അനുമോൾ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി, അയ്യോ അമ്മേ എന്നൊക്കെ വിളിച്ചാ ഇരിക്കുന്നത്. അതിനുശേഷം അനുമോളോട് എന്ന് പറയുന്നു, ആദിലയോടും നൂറയോടും ഒക്കെ പറയുന്നു, അവരോട് രണ്ടുപേരോടോ പറഞ്ഞുള്ളൂ, വേറെ ആരോടും ഇതിനായിട്ടും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോൾ ഇത്രയും നേരമായി, ഇപ്പോഴെങ്കിലും കുറച്ചു മുമ്പ് ഞാൻ കണ്ടു നമ്മുടെ അനുമോള് അനീഷേട്ടൻ്റെ അടുക്ക സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അനീഷേട്ട ഒന്ന് വാ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണം എന്ന് പറയുമ്പോൾ അനീഷേട്ടൻ കേൾക്കാൻ നിൽക്കുന്നില്ല, താല്പര്യമില്ല എന്നാ അനീഷേട്ടൻ പറയുന്നത്. ചിലപ്പോൾ ആ അനീഷേട്ടൻ പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ അനുമോക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റി കാണത്തില്ല. മെല്ലെ ഇരുന്ന് ആലോചിച്ച് അനുമോക്ക് പറയാം, ചേട്ടാ ഞാൻ നിങ്ങളെ അങ്ങനെ അല്ല കണ്ടേക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഷിവറായി പോയി, പേടിച്ചു. അനുമോള് പേടിച്ചിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? സോ കുറച്ച് സമയമെടുത്ത് അനുമോള് ചെല്ലുമ്പോഴത്തേക്ക് അനീഷേട്ടനാണ് ചെല്ലാത്തത്. അനീഷേട്ടൻ അത് ഹേർട്ടായി കാണും. അനീഷേട്ടൻ്റെ ഒരു സാധാരണക്കാരനാണ് പുള്ളി. ഒരു എന്താണ്, ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളി ഇടയ്ക്ക് ഒരു സ്ത്രീ അങ്ങനെയൊക്കെ കുറച്ച് കെയറൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് പുള്ളിയോട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കുമെന്ന് പുള്ളി വിചാരിച്ചു. അതായത് പുള്ളിയെ കുറ്റം പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. പുള്ളി അതിൻ്റെ പുറത്ത് ഓപ്പണായിട്ട് പുള്ളി പറഞ്ഞു ഇന്ന് രാവിലെ. അനുമോള് പക്ഷെ അങ്ങനൊന്നും അല്ല. അനുമോള് എല്ലാവരും കെയർ ചെയ്യുന്നതൊക്കെ അങ്ങ് കെയർ ചെയ്ത് അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അനീഷേട്ടൻ ചെല്ലാത്തത് അനീഷേട്ടൻ്റെ അകത്ത് ആ ഒരു സങ്കടം എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടായിരിക്കാം. അത് മാറിക്കോളും. അതിന്റെ പേരിൽ ഈ കിടന്ന് കമന്റ് ബോക്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന ആളുകൾ എന്ത് കാര്യത്തിന്? ഇനി അനുമോളെ പറ്റി ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഇതും കൂടെ ഒന്ന് കേക്ക്. കാരണം അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ചെലവ് ഇപ്പോഴും ഞങ്ങൾക്ക് പെൻഡിങ് ആണ്. അന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അന്ന് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും അത് നടത്താത്ത കുട്ടിയാണ് 16 ലക്ഷം PR വേണ്ടി ചെയ്യാൻ പോണത്. അപ്പൊ അതൊരിക്കലും ഹാപ്പൻ ചെയ്യാൻ വേണ്ടി പോണില്ല. അനുമോളുടെ PR 16 ലക്ഷം എന്നൊക്കെയാണല്ലോ കുറെ ആളുകൾ പറയുന്നത്. എനിക്കറിയാൻ പാടില്ല കേട്ടോ ഈ 16 ലക്ഷത്തിന്റെ PR എന്ത് PR ആണെന്നൊന്നും. അപ്പോ അല്ല, ഈ 16 ലക്ഷം കൊടുത്തിട്ട് എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസ്? എനിക്കറിയത്തില്ല, വോട്ടവർ. പക്ഷേ ലക്ഷ്മി പറയുന്നത് കേട്ടല്ലോ, ഒരു ചായ പോലും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് അതിന്റെ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവള് ചെയ്തിട്ടില്ല. അവള് ഇത്രയും പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമോ? കൊടുത്തിട്ടൊന്നും കാണത്തില്ല. ചിലപ്പം അകത്തുനിന്ന് വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർന്ന് തരാം എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതും ഇത്രയും എമൗണ്ട് ഒക്കെ എനിക്കറിയത്തില്ല കേട്ടോ, നമുക്കറിയത്തില്ല. ഈ 16ന്റെ കണക്കൊക്കെ എവിടുന്ന് വന്നു? 16ന്റെ പണി എന്നായിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. 16 ലക്ഷം എനിക്കറിയാൻ പാടില്ല. മനസ്സിലായില്ലേ? ബിന്നി പറഞ്ഞതാണല്ലോ ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ 16 ലക്ഷത്തിന്റെ നമുക്കറിയത്തില്ല. പിന്നെ ഒരു വൈരാഗ്യത്തിന്റെ പുറത്തോ ദേഷ്യത്തിന്റെ പുറത്തോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. ഇവർ തമ്മിൽ നേരത്തെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു, ഈ ബിന്നിയും നമ്മുടെ അനുമോളും തമ്മിൽ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. സത്യമാണോ എന്ന് അറിയത്തില്ല. ഇനി അതിന്റെ പേരിൽ കുത്തിയിറക്കി വിട്ടതാണോ ഈ 16 ലക്ഷത്തിന്റെ കഥ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ലക്ഷ്മിയെ എന്നെക്കാട്ടിലും കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന, എനിക്കറിയാൻ പാടില്ല കേട്ടോ, എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയത്തില്ലേ. ഇനിയിപ്പോൾ അത് പറഞ്ഞെന്നും പറഞ്ഞ് കുറേ എണ്ണം വരും.
ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ലക്ഷ്മി പറയുന്ന കേട്ടല്ലോ നിങ്ങൾ, ഒരു ചായ ചെലവ് അതുപോലും ചെയ്യാത്തവളാണ്. 16 ലക്ഷം രൂപയുടെ PR എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനിതെല്ലാം കാണിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? രാവിലെ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ദുഷിക്കുകയാണ് രണ്ടുപേരെ ഇരുന്നുകൊണ്ട് കുറേ ടീമുകൾ. എന്ത് കാര്യത്തിനെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. രണ്ട് മനുഷ്യജീവികൾ, ഒരാൾക്കൊരു ഇഷ്ടം തോന്നി തുറന്നു പറഞ്ഞു, അതിനകത്ത് ഇത്ര വലിയ പ്രശ്നമില്ല. പിന്നെ അനുമോള് അത് പറയാനായിട്ട് നിന്നുകൊടുത്തു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. നിന്നുകൊടുത്തു എന്നല്ല, ലൈക്ക് ഇച്ചിരി കാരണക്കാരി അനുമോളാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അനുമോള് ഭയങ്കര, അത് അനുമോളുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം. അനുമോള് ഭയങ്കരമായിട്ട് കെയർ കൊടുത്ത്, കാരണം അനുമോള് തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു നോമിനേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. എന്തിനുള്ള നോമിനേഷൻ, ഞാൻ ലൈവ് ഇടയ്ക്കൊന്ന് മിസ്സായിപ്പോയി. എന്തിനുള്ള നോമിനേഷനാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പക്ഷേ അവിടെയും അനുമോൾ അനീഷേട്ടൻ്റെ പേര് പറയുന്നുണ്ട്. അത് ഞാൻ കേട്ടു. എന്നിട്ട് പറയുന്ന കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ എന്നെ സഹായിച്ചു, കിച്ചണിൽ സഹായിക്കാൻ വന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുമോൾ പറയുന്നുണ്ട്. അനീഷിൻ്റെ പേര് എന്തോ നല്ല ഏതോ കാര്യത്തിലാണ്, എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല നോമിനേഷൻ നടക്കുന്നത്. പിന്നെ ഭൂരിഭാഗം ആളുകളും നെവിൻ്റെ പേരും പറയുന്നുണ്ട് ആ നോമിനേഷനിൽ. എല്ലാവരും പറയുന്ന ഒരു കാരണമുണ്ട് നെവിൻ്റെ പേര് പറയുന്നതിന്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച അത്രയും അഗ്രസീവ് ആയിട്ടുള്ള നെവിൻ ഈ ആഴ്ച ഭയങ്കര സൈലൻ്റ് ആയി, എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു. അനീഷേട്ടനും പറയുന്നുണ്ട് എല്ലാവരോടും സ്നേഹം കാണിക്കുന്നു, ഒരുപാട് മാറിയില്ലെങ്കിൽ പണിയാണെന്ന് നെവിൻ അറിയാം. മനസ്സിലായില്ലേ? നെവിൻ കഴിഞ്ഞ ആഴ്ച അനുമോളുടെ ഓപ്പോസിറ്റ് വന്ന് നിന്നൊരു ഗെയിം കളിച്ചു, ഗംഭീര ഗെയിം. ഇനി അത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പണിയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് മുമ്പേയൊക്കെ ഞാൻ കണ്ടു അനുമോളും അതിലെ നൂറയുടെ ഒക്കെ ഇടയ്ക്ക് പോയിരുന്ന കഥ പറഞ്ഞ് കൈയടിച്ചോണ്ടിരിക്കുക നെവിൻ ഗെയിമറാ. നെവിൻ അറിയാം അങ്ങനെ നിന്നാലേ പണി നടക്കത്തുള്ളൂ. നെവിൻ കയറും. ഞാൻ അറിഞ്ഞത് വെച്ച് വോട്ടിങ്ങിൽ നെവിൻ ഒരുപാട് താഴെയൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 100ക്കാട്ടിലും വോട്ട് ഇപ്പോ നെവിനുണ്ട്. നെവിൻ കയറും, കാരണം നെവിൻ എന്റർടൈനർ ആയിരുന്നു. ഒരു PR-ന്റെ കളിയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ചെറിയ ചെറിയ ഫാൻസ് പേജുകൾ നെവിൻ്റെ കാണാറുണ്ട്. അതൊക്കെ ഓരോ ആളുകൾ തന്നെ ചെയ്തതായിരിക്കാം. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ ഇപ്പം ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലും ഒരാൾ ചെയ്തതായിരിക്കാം. അതല്ലാതെ നെവിൻ അങ്ങനെ കാശ് കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അനുമോളാണെങ്കിൽ അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട്, ചെറിയ PR-കൾ കൊടുത്തിട്ടുണ്ട് എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അവൾ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ആരും എടുത്തു വെച്ച് ദൂഷിച്ചങ്ങോട്ട് കീറേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ പേര് പറഞ്ഞ്. നെവിൻ ചെയ്തിട്ടില്ല, പക്ഷെ നെവിൻ ഗംഭീര ഗെയിമറാണ്. ഒരു BB മെറ്റീരിയലാണ് നെവിൻ. ഞാൻ ഇതിന് മുമ്പും അത് പറഞ്ഞിട്ടുണ്ട്. ഒരു BB മെറ്റീരിയൽ തന്നെയാണ് നെവിൻ അറിയാം എങ്ങനെ എവിടെ കളിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇതെല്ലാം നെവിന് നല്ല വൃത്തിക്ക് അറിയാം. ഈ ആഴ്ച അനുമോളുടെയും ഗ്യാങ്ങിൻ്റെയും കൂടി ഇരുന്നാലേ പുറത്തേക്ക് പോകത്തുള്ളൂ, നല്ല രീതിയിൽ കണ്ടന്റ് പുറത്തേക്ക് പോകത്തുള്ളൂ, നല്ല ചീത്തപ്പേർ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് മാറത്തുള്ളൂ എന്നൊക്കെ നെവിൻ അറിയാം. നെവിൻ അതിനനുസരിച്ച് നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം അനുമോളെ അക്ബർ ഒന്ന് ചൊറിയാൻ ചെന്നപ്പോഴത്തേക്ക് നെവിൻ പറയുന്നത് കേട്ടില്ലേ, എന്താണ് അക്ബർ, എന്തിനാണ് അക്ബർ, വിട്ടുകള അക്ബർ, എന്തിനാ ഇങ്ങനെ താൻ ചൊറിയാൻ വരുന്നേ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച അതേ പരിപാടി ചെയ്തുകൊണ്ടിരുന്നവനാ. ഈ ആഴ്ച അത് പറയണമെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ നന്മ ഒരുപാട് തലയിൽ കയറിയിട്ടാണെന്നൊന്നും ആരും പറയല്ലേ. ഗെയിമാണ് അത്, നല്ല ഗെയിമാണ് അത്. അങ്ങനെ വേണം കളിക്കാൻ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. അത് അവർ കളിക്കട്ടെ. ഇനിയിപ്പോൾ വേറൊരു പെർസ്പെക്റ്റീവ്, അനീഷേട്ടൻ്റെ അനുമോളുടെ അവരുടെ ഒരു ഡ്രാമ, ലൈക്ക് അനീഷേട്ടൻ്റെ ഡ്രാമയാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. പുള്ളി ഗെയിം കളിക്കാൻ എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു ശതമാനം എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അനീഷേട്ടൻ്റെ ഗെയിമാണോ ഇത്, അനുമോളോടുള്ള ആ ഒരു ഇഷ്ടം. പക്ഷേ അങ്ങനെയല്ല. ഈ ലക്ഷ്മിയൊക്കെ ഈ പറയുന്നതും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷേട്ടൻ്റെ ഇപ്പം അതിനകത്തുള്ള ഒരു ബിഹേവിയറൊക്കെ കാണുമ്പോഴും പുള്ളിക്ക് നല്ല സങ്കടമുണ്ട്. മനസ്സിലായില്ലേ? പുള്ളി ജെന്യുവൻ ആയിട്ടാണെന്ന് തോന്നുന്നു അനുമോളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്രഷ് അതൊരു ശരിക്കുള്ളൊരു സ്നേഹത്തിലേക്ക് എത്താം, അനുമോളോട് പറയാമെന്നൊക്കെ പുള്ളിക്ക് തോന്നാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോൾ ഒറ്റപ്പെട്ടപ്പോൾ അനുമോളോട് പുള്ളി നിന്ന ആ ഒരു രീതിയും അതിന് തിരിച്ച് അനുമോൾ കൊടുത്ത ആ ഒരു സ്നേഹവും അതൊക്കെ പുള്ളിയുടെ മനസ്സിനെ ചിലപ്പോൾ പൂത്തുലയിച്ച് കാണും. അതുകൊണ്ടായിരിക്കാം ചെന്ന് ഇഷ്ടമാണ് അനുമോളെ, എനിക്ക് നിന്നെ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാം അനുമോളെ നമുക്ക് എന്നൊക്കെ വളരെ നീറ്റായിട്ട് ഓപ്പണായിട്ടല്ലേ പുള്ളി ചോദിച്ചത്. പുള്ളി മറ്റേ ഒളിയും മറയും വെച്ചൊന്നും പുള്ളി ചോദിച്ചില്ല. പുള്ളിക്കറിയാം അവിടെ ക്യാമറകളുണ്ട്, മൈക്കുണ്ട്, അതൊരു കണ്ടന്റ് ആവും, അത് പുറത്തു പോകുന്നൊക്കെ പുള്ളിക്കറിയാം. എന്നിട്ടും പുള്ളി അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഒളിയും മറയും ഒന്നുമില്ലാതെ പുള്ളി അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ജെനുവിൻ ആയതുകൊണ്ടല്ലേ. എനിക്ക് ജെനുവിനായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. അല്ലാതെ പുള്ളി കള്ളനാണെന്നോ അങ്ങനൊന്നും പറയാൻ ഞാനില്ല. പുള്ളി ഗെയിമിന് വേണ്ടി ചെയ്തതാണെന്ന് ഒരു പേഴ്സൻറ്റേജ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പം മാറി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ അനീഷേട്ടൻ ഇപ്പോൾ അനുമോളോട് മിണ്ടാത്തത് അത് ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുമല്ലോ, ഒരു ചളുപ്പ് കാണുമല്ലോ. ആ ഒരു സാധനം പുള്ളിയുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കാം. അത് മാറിക്കോളും. ഇനി അതല്ല പുള്ളിയുടെ ഗെയിമാണെന്നെങ്കിൽ പുള്ളി ഗംഭീര ഗെയിമർ, അത്രേ പറയാനുള്ളൂ. അല്ലാതെ പുള്ളി വലിച്ചു കീറേണ്ട കാര്യം എന്താ, അല്ലെങ്കിൽ അവരെ പറ്റി മോശം പറയേണ്ട കാര്യം എന്താ, എനിക്കറിയത്തില്ല. പിന്നെ അനുമോള് വളം വെച്ച് കൊടുക്കുന്നു എന്ന് കുറേ പേര് പറയുന്നത് കേട്ടു. ഗെയിം കളിക്കാനാണ് അനുമോൾ അതിനകത്ത് ചെന്നിരിക്കുന്നത്. അനുമോൾക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടി, അപ്പം അത് പിന്നെ അത് ഉപയോഗിക്കത്തില്ലേ? ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുന്നത്, ഉപയോഗിക്കാൻ അനുമോക്ക്. പക്ഷെ ആ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയ്ക്കും അനുമോള്
അനീഷേട്ടനെ സേഫ് ആക്കണം, അല്ലെങ്കിൽ പുള്ളിക്ക് സങ്കടം വരരുത് എന്നുള്ളൊരു സാധനം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതും കൂടെ ഈ ദുഷിക്കുന്നവരൊന്ന് കാണ്. കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അനുമോള് എന്ത് കണ്ടന്റ് എന്ന് നോക്കിയിരുന്നപ്പോഴായിരിക്കും അനീഷേട്ടൻ ഈ സാധനം ഇറക്കിയത്. അനുമോൾ അവത്തെ പിടിക്കാതിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അനുമോള് ഗെയിം കളിക്കാൻ അതിനകത്ത് പോയിരിക്കുന്നത്, അല്ലാതെ മാങ്ങ പറിക്കാനല്ല. അനുമോൾക്ക് ഗെയിം കളിക്കാം. പക്ഷെ അതിനകത്ത് അനുമോള് ഓപ്പോസിറ്റ് നിൽക്കുന്ന അനീഷേട്ടനെ കൂടെ നോക്കുന്നുണ്ട്. അതില്ല എന്ന് ആരും പറയരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല നോമിനേഷൻ എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ട് ഞാൻ ആ പോഷൻ വിട്ടുപോയി. അവർ ആ പേര് നോമിനേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണാൻ പോയി, അതിൻ്റെ ഇടയ്ക്ക് അത് മിസ്സായി, ബാക്കിലോട്ട് അടിച്ചപ്പോൾ കിട്ടുന്നില്ല എന്തിൻ്റെ നോമിനേഷൻ ആണെന്ന്. എന്താണെങ്കിലും നെവിനായിരിക്കും മിക്കവാറും ആ നോമിനേഷനിൽ എല്ലാവരും പേര് പറയുന്നുണ്ട്. നെവിൻ്റെ പേരാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. നല്ല കാര്യം. നെവിൻ്റെ ഗെയിം ആർക്കും മനസ്സിലായിട്ടില്ല, അത് തന്നെ അങ്ങനെയാണ്. പക്ഷേ ഗെയിം ആണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഒരാഴ്ച കൊണ്ട് നന്മ വരെ പുത്തുരഞ്ഞൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ, വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, ഹൈപ്പ് വീഡിയോ അവിടെയും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.